വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ്. സ്വഹീഹ് തർഗീബ് വ തർഹീബിലെ അവസാനത്തെ കിതാബുൽ ഇൽമിലെ അവസാനത്തെ ഫസ്ലാണ് الترهيب من المراء والجدال والمخاصمة والمحاججة والقهر والغلبة والترغيب في تركه للمحق والمبطل. തർക്കം, അതുപോലെയുള്ള തർക്കിച്ചുകൊണ്ട് സംസാരിക്കുക, ആ രീതിയിലുള്ള സംവാദങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിൻ്റെ കുറിച്ചിട്ടുള്ള ഗൗരവവും, അതുപോലെ ഹക്കാണെങ്കിലും ബാത്തിലാണെങ്കിലും നമ്മുടെ ഭാഗത്ത് എന്താണെങ്കിലും തർക്കം ഒഴിവാക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള വിഷയവുമാണ് വരുന്നത്. ഈ ബാബിലെ ഒന്നാമത്തെ ഹദീസ് ഈ ഫസ്ലിലെ عن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من ترك المراء وهو مبطل بني له بيت في ربض الجنة. ആരെങ്കിലും അവന്റെ ഭാഗത്ത് ശരിയായൊരു വാദമല്ല എന്നവനറിയാം, എന്നിട്ട് പോലും അവൻ ആ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ റബള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. ആ താഴ്ഭാഗത്ത് അവന് ഒരു വീട് പണിയപ്പെടുന്നതാണ്. ومن تركه وهو محق بني له في وسطها. ഇനി വേറൊരാൾ അവന്റെ ഭാഗത്തുള്ള വാദം ഹക്കാണ്, ശരിയാണെന്ന് അവന് ഉറപ്പാണ്, എന്നിട്ടും അവൻ ആ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അവന് ഒരു ഭവനം പണിയുന്നതാണ്. വമൻ ഹസ്സന ഖുലുഖഹു ബുനിയ ലഹു ഫി അലാഹാ. ഒരാളുടെ സ്വഭാവം നന്നാക്കി കഴിഞ്ഞാൽ, നല്ല സ്വഭാവത്തിനുടമയായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ ഉന്നതിയിൽ അവനൊരു ഭവനം പണിയപ്പെടുന്നതാണ്. ഇതേ ആശയത്തിലുള്ള മറ്റൊരു റിവായത്ത്, ഈ റിവായത്തിന്റെ വിഷയത്തിൽ ചില സംശയങ്ങൾ ഉലമാക്കൾ പറഞ്ഞു കാണാം. ഈ ലഫ്ദിൽ വന്നിട്ടില്ല എന്ന നിലക്ക് എന്തായ അർത്ഥം വരുന്ന വേറൊരു ലഫ്ദ് കൂടിയുണ്ട്, അതുകൂടി വായിക്കാം. وعن معاذ بن جبل رضي الله عنه قال قال رسول الله صلى الله عليه وسلم أنا زعيم ببيت في ربض الجنة وبيت في وسط الجنة وبيت في أعلى الجنة. ഞാൻ ജാമ്യം നിൽക്കുന്നു സ്വർഗത്തിന്റെ താഴ്ഭാഗത്തും മധ്യഭാഗത്തും മുകളിലുമായി ഉന്നതിയിലുമായിട്ട് ഒരു ഭവനത്തിന്റെ മേലെ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞു, ജാമ്യം നിൽക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ലിമൻ തറക്കൽ മിറാ വ ഇൻ കാന മുഹിഖൻ. ആർക്കാണത്? ഹക്ക് അവന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞിട്ടും തർക്കം ഒഴിവാക്കുന്നവൻ. വതറക്കൽ കദിബ വ ഇൻ കാന മാസിഹൻ. രണ്ടാമത്തേത് തമാശക്കാണെങ്കിൽ പോലും കളവ് ഒഴിവാക്കുന്നവൻ, തമാശക്കാളുകളെ ചിരിപ്പിക്കാനോ അതിനുപോലും കളവ് പറയാതെ കളവ് ഒഴിവാക്കുന്നവൻ. മൂന്നാമത്തേത് ഉന്നതമായ അവസ്ഥ വഹസ്സന ഖുലുഖഹു. ആരാണോ സ്വഭാവം നന്നാക്കുന്നത് അവനുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ തർക്കിക്കുക, പരസ്പരം എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ തർക്കിക്കുക എന്നുള്ളത് ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ ഇൽമിയായിട്ടുള്ള വിഷയങ്ങളിൽ തർക്കിക്കുക അല്ലെങ്കിൽ തർക്കത്തിൽ മുഴുകുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. കാരണം തർക്കം കൊണ്ട് ഒരിക്കലും ഒരു ഹക്കല്ല വെളിവാവുക. യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ എന്തെങ്കിലും സംസാരമുണ്ടെങ്കിൽ രണ്ടു കൂട്ടർക്കും, മുസ്ലിമായ രണ്ടുപേർക്കും ഉണ്ടാകേണ്ടത് അതിൽ ആരുടെ ഭാഗത്താണോ ശരി അത് മനസ്സിലാക്കണം പരസ്പരം എന്നുള്ള നിയത്തിലാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ പലപ്പോഴും ദീന്റെ വിഷയത്തിലുള്ള തർക്കങ്ങൾ അവരവരുടെ വാദം അത് ന്യായീകരിക്കാനും അതാണ് ശരിയെന്ന് സ്ഥാപിക്കാനുമുള്ള സംസാരങ്ങളായിരിക്കും. ചിലപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലും എല്ലാം ശരിയായിട്ടുള്ള വാദം പറയുന്ന ആളെ പോലും തർക്കിക്കാനുള്ള കഴിവ് കൊണ്ട് മറ്റേ ആള് തോൽപ്പിച്ചു കളയുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിലുള്ള തർക്കം അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഉലമാക്കൾ അതിന് നിന്നിട്ടില്ല. പല വിവാദമുള്ള ആളുകളും എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി സംസാരിക്കാൻ വരുമ്പോൾ സലഫുകൾ അവരോട് സംസാരിക്കാൻ നിന്നിട്ടില്ല, അവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യാറ്. അപ്പോൾ തർക്കം എന്നുള്ളത് നമ്മൾ ദീനിന്റെ വിഷയത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. നമ്മൾ ദീനിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നോക്കൂ, ഹക്കാണെന്ന് അറിഞ്ഞിട്ട് തന്റെ ഭാഗത്താണ് ശരിയെന്നറിയാം, എന്നിട്ടും തർക്കിക്കണ്ടല്ലോ എന്നുള്ള നിലക്ക് ആ തർക്കം ഒഴിവാക്കുകയാണ്. തർക്കിച്ച് നിൽക്കണ്ട എന്ന നിലക്ക് ആ തർക്കം എന്നുള്ള കാര്യത്തെ ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട് എന്ന്. അവിടെ ഹക്ക് വെളിവാക്കണ്ട എന്നല്ല, ശരി ഏതാണെന്ന് അറിയിക്കണ്ട എന്നല്ല, പക്ഷെ ആ വിഷയത്തിന്റെ മേലെ തർക്കം എന്നുള്ള കാര്യം ഒഴിവാക്കുന്നവർക്ക് സ്വർഗത്തിലൊരു ഭവനമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞത് എന്താ, കളവ് പറയുന്നത്. ചില ആളുകൾ കാണാം
തമാശക്ക് ആളുകൾ ചിരിക്കാൻ വേണ്ടി, ആളുകൾ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകളെ കാണാം. ആ ഒരു കാര്യത്തിന് പോലും കളവിനെ ഒഴിവാക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. കളവ് അനുവദിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ഉദാഹരണത്തിന് രണ്ടാളുകൾക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹബന്ധം ഒന്ന് ഉറപ്പിക്കാനോ അല്ലെങ്കിൽ അതുപോലെ മസ്ലഹത്ത് ഉണ്ടാകാൻ വേണ്ടി, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം അനുവദിച്ചിട്ടുണ്ട്. വലിയ കളവ് പറയുക എന്നല്ല, ആ മസ്ലഹത്ത് അവരിടയിൽ നല്ല രീതിയിൽ യോജിച്ചു പോകാൻ വേണ്ടി എന്ന നിലയ്ക്ക് മാത്രം. അതല്ലാതെ ആളുകളെ ചിരിപ്പിക്കാനാണെങ്കിലും തമാശക്കാണെങ്കിലും കളവ് ഒഴിവാക്കേണ്ട കാര്യമാണ്. അവർക്ക് സ്വർഗത്തിൽ ഭവനമുണ്ട് എന്ന് പറഞ്ഞു. മൂന്നാമത്തേത്, ഉന്നതമായ സ്ഥാനത്തുള്ള സ്വർഗം. വഹസ്സന ഖുലുഖഹു, ആരാണോ അവന്റെ സ്വഭാവം നന്നാക്കുന്നത്. സ്വഭാവം എന്നുള്ളത് ഈമാനിന്റെ അടയാളമാണ്. നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഏറ്റവും നാളെ പരലോകത്ത് സ്ഥാനം ലഭിക്കുന്ന ഒരു കാര്യമാണ്. രാത്രി നിസ്കരിക്കുന്നവന്റെയും നോമ്പ് നോൽക്കുന്നതിന്റെയും ദറജയിൽ എത്തിക്കുന്ന കാര്യമാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. അപ്പോ നമ്മുടെ സ്വഭാവത്തിൽ, എല്ലാവരുടെ സ്വഭാവത്തിൽ ജന്മനാ നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകും, തബഈയായിട്ട് മോശ സ്വഭാവങ്ങൾ ഉണ്ടാകും. അതിനെ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. അടുത്ത ഹദീസ് അബീ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു ഖാല, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ ജുലൂസൻ ഇൻദ ബാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നതദാക്കറു, ഞങ്ങൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുൻപിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വഹാബികൾ കുറച്ചു പേര്. അവര് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. യൻസിഉ ഹാദാ ബിആയ വയൻസിഉ ഹാദാ ബിആയ, അവർ ചില റിവായത്തിൽ കാണാം ഖദറിന്റെ വിഷയത്തിലാണ് സംസാരിച്ചിരുന്നത്. അങ്ങനെ സഹാബികൾ പലരും ഒരാൾ ഒരു ആയത്ത് ഓതും, എന്നിട്ട് അയാൾ പറയുന്ന വാദത്തിന് ആയത്ത് തെളിവായി പിടിക്കും. എന്നിട്ട് മറ്റൊരായത്ത് പറയും, എന്നിട്ട് അവർ ചർച്ച ചെയ്യാണ് വിഷയം. പക്ഷേ ഖദറിന്റെ വിഷയത്തിലുള്ള മസ്അലയിൽ ഖുർആനിന്റെ ആയത്തുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിയിട്ട് അവര് സംസാരിക്കുന്ന ഒരു തർക്കത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. فخرج علينا رسول الله صلى الله عليه وسلم كأنما يقفه في وجهه حب الرمان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംസാരം, ഖുർആന്റെ ആയത്തുകൾ പരസ്പരം ഓതിയിട്ട് തർക്കിക്കുന്ന ഈ സംസാരം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു. ഇവിടെ പറയുന്ന വാക്ക് ഉറുമാമ്പഴത്തിന്റെ കുരുകളെ പോലെ, അഥവാ മുഖം അത്രയും ചുവന്ന് ദേഷ്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, യാ ഹൗലാ, കൂട്ടരെ, ബിഹാദാ ബുഇസ്തും, ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അം ബിഹാദാ ഉമിർതും, ഇതാണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അഥവാ അങ്ങനെ തർക്കിക്കാനാണോ? ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, എനിക്ക് ശേഷം നിങ്ങൾ കുഫറിലായി പോകരുത്, പരസ്പരം വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുഫറിലേക്ക് മടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യത്തിൽ ഓർമ്മപ്പെടുത്തി. അതായത് ഖുർആനിന്റെ ആയത്തുകളെ അതനുസരിച്ച് അമല് ചെയ്യാനും അതിൽ തസ്ലീമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. എന്നാൽ പ്രത്യേകിച്ച് ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും, ഖദറുമായി ബന്ധപ്പെട്ട മസലകൾ. അതിനെ തർക്കിക്കാൻ വേണ്ടി ഖുർആനിന്റെ ആയത്തുകൾ പരസ്പരം എടുത്ത് സംസാരിച്ച് തർക്കത്തിലേക്ക് എത്തിപ്പെട്ട സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞ വാക്കുകളാണത്. വേറെ ഹദീസുകളിൽ കാണാം ഈ തർക്കം എന്നുള്ളത് കുഫറാണ് എന്ന നിലക്ക് തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ദീനിന്റെ വിഷയത്തിൽ തർക്കം നമ്മൾ ഒഴിവാക്കണം. അടുത്ത ഹദീസ് അബീ ഉമാമത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ضل قوم بعد هدى كانوا عليه الا اوتوا الجدل ثم قرأ ما ضربوه لك الا جدلا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സമൂഹം, ആ സമൂഹം ഹിദായത്തിലായതിനു ശേഷം പിന്നെ പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തർക്കം അവരിൽ നൽകപ്പെട്ടുകൊണ്ടല്ലാതെ ഇല്ല. ഖുർആനിൽ നിന്നുള്ള ആയത്തിലും ഇതേ ആശയം വന്നിട്ടുണ്ട്. അതായത് തർക്കിച്ചുകൊണ്ടാണ് നേർമാർഗത്തിൽ നിന്ന് പിഴക്കുന്നതിലേക്ക് എത്തുക. നമ്മൾ മുൻകാല ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. നേരായിട്ടുള്ള ദീനിന്റെ പാതയിൽ നിന്ന് പല വിഷയങ്ങളിലുള്ള തർക്കത്തിലേക്ക് കടന്ന് അനാവശ്യമായിട്ടുള്ള തർക്കത്തിൽ മുഴുകി ഹക്കും ബാത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ തർക്കിച്ചിട്ട് ആളുകൾ പിഴച്ചു പോയത് കാണാൻ സാധിക്കും. അപ്പോൾ ഏതൊരു മേഖലയാവട്ടെ ദീനിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ തർക്കം എന്നുള്ള ഒരു കാര്യം ഒരു മുസ്ലിമിന് യോജിച്ചതല്ല.
അടുത്ത ഹദീസ് عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إن أبغض الرجال إلى الله الألد الخصم. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട, അള്ളാഹു ഏറ്റവും കോപിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ധാരാളമായി തർക്കിക്കുന്നവനാണ്, ഹുസൂമത്തിൽ മുഴുകുന്ന. ചില ആളുകളെ കാണാൻ സാധിക്കും, അവർക്ക് തർക്കിക്കാതിരിക്കാൻ പറ്റൂല. എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചാൽ അത് പിന്നെ തർക്കത്തിലേക്ക്, പരസ്പരം തർക്കിച്ചുകൊണ്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ ആളുകൾ ഒരു വിഷയം തർക്കിക്കാൻ വേണ്ടി ദീനിന്റെ വിഷയത്തിൽ വരികയാണെങ്കിൽ നമ്മളതിന് ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് വേണ്ടത്. നമുക്കറിയുന്നുണ്ടാവും ആ പൂർണ്ണമായും ശരി നമ്മുടെ ഭാഗത്താണ്, അതാണ് ഹക്ക് എന്നുള്ളത്. പക്ഷേ ആ തർക്കം എന്നുള്ള കാര്യം അവിടെ ഒഴിവാക്കണം. ഇതിനർത്ഥം എല്ലാ ബാത്തിലിനും അംഗീകരിച്ചു കൊടുക്കണം എന്നല്ല. ഏതു ബാത്തിലിനെയും നമ്മൾ നന്മ കൽപ്പിക്കുന്ന ബാബിൽ, തിന്മ വിരോധിക്കുന്ന ബാബിൽ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി ഹക്കിനെ വെളിവാക്കാൻ നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശം തർക്കം എന്നുള്ള കാര്യം നമ്മൾ ഒഴിവാക്കണം എന്നതാണ്. അവസാനത്തെ ഹദീസ് ഫസ്ലിലെ وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال المراء في القرآن كفر. ഖുർആനിന്റെ വിഷയത്തിലുള്ള തർക്കം അത് കുഫറാണ് എന്നുള്ളത്. ഇവിടെ അൽ മിറാ, തർക്കം എന്നുള്ള വാക്ക് വന്നിട്ടുള്ള ഈ വാക്കിനെ ഉലമാക്കൾ പല രീതിയിൽ വിശദീകരിച്ച് കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം ഷക്ക് എന്നർത്ഥമാണ്. ഖുർആനിൽ ഷക്ക് ഉണ്ടാവുക, സംശയമുണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഖുർആനിൽ അറിയിക്കപ്പെട്ട വിഷയങ്ങൾ ഇതിൽ ഷക്ക് ഉണ്ടാവുക എന്നുള്ളത് കുഫറാണ് എന്ന ആശയം പറഞ്ഞത് കാണാം. മറ്റു ചില പണ്ഡിതന്മാർ അല്ല, ഇത് തർക്കം തന്നെയാണ് ഉദ്ദേശം. നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിന്റെ ആയത്തുകൾ പരസ്പരം ഓതിക്കൊണ്ട് ഒരു കാര്യത്തിന് എതിരായി തെളിവുകളായിക്കൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണം ചെയ്തുകൊള്ള തർക്കം, അതാണ് ഉദ്ദേശം എന്നും പറഞ്ഞത് കാണാം. അപ്പൊ രണ്ടായാലും നമ്മുടെ ബാബിൽ ഷക്ക് വന്നാൽ തീർച്ചയായിട്ടും ഒരു സംശയമില്ലാതെ കുഫറാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഖുർആനിന്റെ വിഷയത്തിൽ തർക്കിക്കുക എന്നുള്ളത് ഏത് രീതിയിലാണെങ്കിലും, ഏത് രീതിയിൽ തർക്കത്തിലേക്ക് മുഴുകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾ, മുൻഗാമികൾ കാണാൻ സാധിക്കും, ഖിറാഅത്തിന്റെ വിഷയത്തിൽ, വ്യത്യസ്ത ഖിറാഅത്തുകളുടെ വിഷയത്തിൽ അവർ പരസ്പരം തർക്കിക്കാറുണ്ട്. ഞങ്ങളുടേതാണ് നല്ല ഖിറാഅത്ത്, അവരുടേതാണെന്ന് പറഞ്ഞ ആ വിഷയത്തിൽ. ഖുർആന്റെ വിഷയത്തിൽ ഏതൊരു രീതിയിലുള്ള ഈ തർക്കത്തിലേക്ക് മുതിരുകയാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൽ കുഫ്ർ എന്നുള്ള വാക്ക് കേവലം അതിന്റെ ഗൗരവം അറിയിക്കാനുള്ളതല്ല, മില്ലത്തിൽ നിന്ന് പുറത്താകുന്ന കുഫ്ർ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗൗരവത്തിൽ പറഞ്ഞത് കാണാം. അപ്പോ ഈ ബാബു കൊണ്ടുള്ള ഉദ്ദേശം ഇൽമുള്ള ആളുകൾ, ഇൽമു പഠിക്കുന്ന ആളുകൾ, അവർ അനാവശ്യമായിട്ടുള്ള ഈ തർക്കങ്ങളിലേക്ക്, തർക്കിക്കുന്ന മേഖലയിലേക്ക്, തർക്കത്തിൽ നിന്ന് ഒഴിവാകേണ്ടതാണ്. അത് അവന്റെ ഭാഗത്തെ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണെങ്കിലും തർക്കം ഒഴിവാക്കണം. കാരണം അത് വലിയ ഫിത്നയിലേക്കും ഫസാദിലേക്കാണ് നയിക്കുക. അതേസമയം ഹക്ക് അറിയിക്കുകയും ഹക്ക് ആളുകൾക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ ഖുർആനിന്റെ വിഷയത്തിൽ അതുപോലെയുള്ള വിഷയങ്ങളിലെ തർക്കം ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് കിതാബുൽ ഇൽമ് ഇവിടെ അവസാനിച്ചു. അടുത്ത ദിവസം കിതാബു ത്വഹാറ ഇത് ആരംഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.